മക്കളെ, 10ാമത്തെ ചാപ്റ്റർ പെരിമീറ്റർ ആൻഡ് ഏരിയ, ചുറ്റളവും വിസ്തീർണവും. ഈ പാഠം എടുക്കുമ്പോൾ 4-5 കുട്ടികൾ ക്ലാസ്സിൽ വന്നിട്ടില്ല. അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. എന്നാൽ മറ്റുള്ള കുട്ടികളെല്ലാം കാണുകയും ഇതിൻ്റെ അവസാനം ഞാൻ തരുന്ന ചോദ്യം ചെയ്യുകയും വേണം. നോട്ട് എഴുതണ്ട, നോട്ട് എഴുതിയവർ നോട്ട് എഴുതണ്ട, ക്ലാസ് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. എന്താണ് ഈ ചുറ്റളവ്? നമുക്ക് ആദ്യം ചുറ്റളവ് എന്ന് പറഞ്ഞാൽ, ചുറ്റളവിന് ഇംഗ്ലീഷിൽ പറയുന്ന വാക്ക് പെരിമീറ്റർ എന്നാണ്. ഇംഗ്ലീഷ് മീഡിയക്കാർ പെരിമീറ്റർ എന്നും മലയാളം മീഡിയക്കാർ ചുറ്റളവ് എന്നും പറയും. നോക്കുക, ഈ ചിത്രത്തിന്റെ ചുറ്റളവ് 10 കൂട്ടണം 5 15 കൂട്ടണം 10 25 കൂട്ടണം 5 30. അപ്പോൾ ഈ ബോർഡിൽ ഞാൻ വരച്ച ചിത്രത്തിന്റെ ചുറ്റളവ് 30 ആണ്. ഞാൻ വരച്ച രണ്ടാം ചിത്രം, ഈ ചിത്രത്തിന്റെ ചുറ്റളവ് 8 കൂട്ടണം 6 കൂട്ടണം 10 കൂട്ടണം 4. 6 കൂട്ടണം 10 കൂട്ടണം 4 കൂട്ടണം 8. ഇതാണ് ഇതിന്റെ ചുറ്റളവ്. 6ഉം 10ഉം 16, 4ഉം 20, 8 28. 28ആണ് ഇതിന്റെ ചുറ്റളവ്. ചുറ്റളവ് നമ്മൾ മീറ്ററിലോ സെന്റിമീറ്ററിലോ ആണ് പറയുക. ചോദ്യത്തിൽ തന്ന അളവിനനുസരിച്ച് യൂണിറ്റ് എഴുതണം. ഇപ്പൊ ചുറ്റളവ് വളരെ എളുപ്പമാണ്. ചുറ്റിലും ഉള്ള അളവുകൾ നമ്മൾ കൂട്ടി നോക്കുക, അതാണ് ചുറ്റളവ്. ഇപ്പൊ ചുറ്റളവ് അഥവാ പെരിമീറ്റർ എന്താണെന്ന് മനസ്സിലായില്ലേ? ഒരു ചിത്രത്തിന്റെ എല്ലാ വശത്തിന്റെയും നീളങ്ങൾ കൂട്ടിയാൽ അതിന്റെ ചുറ്റളവ് കിട്ടും. ഒരു രൂപം, അതിന്റെ പേര് പറഞ്ഞതിന് ശേഷം ചുറ്റളവ് എത്രയാണെന്ന് ചോദിച്ചാൽ, ഇതിന്റെ പേര് ഞാൻ പറയുന്നു ചതുരം. ഇതിന്റെ ചുറ്റളവ് കാണണം. ചതുരത്തിന്റെ പ്രത്യേകത, നീളവും എപ്പോഴും തുല്യമായിരിക്കും. വീതിയും എപ്പോഴും തുല്യമായിരിക്കും. ഇത് ചതുരം എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഇത് പറയാൻ പറ്റൂ. ഇപ്പൊ രൂപം ചതുരമാണ് എന്ന് നമ്മളോട് പറഞ്ഞാൽ നീളം തുല്യം, വീതി തുല്യം. ഇവിടെ എന്താണ് നീളം, എന്താണ് വീതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു ചതുരത്തിന്റെ ഏറ്റവും നീളം കൂടിയ വശത്തിന് നീളമെന്നും നീളം കുറഞ്ഞ വശത്തിന് വീതി എന്നും പറയും. ഒരു ചതുരത്തിന് എത്ര നീളമുണ്ടാകും, എത്ര വീതി ഉണ്ടാകും മക്കളെ? നോക്കിക്കേ, ചിത്രത്തിലേക്ക് നോക്കിയേ. എത്ര നീളമുണ്ടാകും, എത്ര വീതി ഉണ്ടാകും? 2 നീളവും ഉണ്ടാകും, 2 വീതിയും ഉണ്ടാകും. അപ്പോൾ ചുറ്റളവ് കണ്ടുപിടിക്കാൻ 2 നീളം കൂട്ടുക, 12 12 24. 2 വീതി കൂട്ടുക, 8 8 16. 40 ആണ് ഇതിന്റെ ചുറ്റളവ്. അപ്പോൾ ചതുരം എന്ന് പറഞ്ഞാൽ 2 നീളം കൂട്ടണം 2 വീതി. അല്ലെങ്കിൽ ഒരു നീളവും ഒരു വീതിയും കൂട്ടുക. 12 8 20. 20ന്റെ ഇരട്ടി 40 ആയിരിക്കും ചുറ്റളവ്. അപ്പൊ നമുക്ക് ചതുരം എന്ന് പറഞ്ഞാൽ ചുറ്റളവ് കണ്ടെത്താൻ ഒരു സൂത്രം ഉപയോഗിക്കാം. 2 ഇൻറ്റു നീളം കൂട്ടണം വീതി. അപ്പോൾ ചതുരത്തിന്റെ മാത്രം കാര്യമാണ് പറയുന്നത്. വേറെ ഒരു രൂപത്തിനും ഇത് ഉപയോഗിക്കാൻ പാടില്ല. രൂപം ചതുരമാണെങ്കിൽ മാത്രം ചതുരത്തിന്റെ
ചുറ്റളവ്. പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ 2 ഇൻറ്റു നീളം പ്ലസ് വീതി. ഇതാണ് ചതുരത്തിന്റെ ചുറ്റളവ്. അപ്പോൾ ഈ സൂത്രവാക്യം കാണാതെ പഠിക്കണം. ചതുരത്തിന്റെ ചുറ്റളവ് സമം 2 ഇൻറ്റു നീളം പ്ലസ് വീതി. നീളവും വീതിയും കൂട്ടിയതിനു ശേഷം മാത്രം അതിനെ ഇരട്ടിയാക്കുക. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പെരിമീറ്റർ is equal to 2 into length plus breadth. Length plus breadth. L plus B. ലെങ്തും ബ്രെഡ്ത്തും കൂട്ടി അതിനെ ഡബിൾ ചെയ്താൽ നമ്മൾക്ക് പെരിമീറ്റർ കിട്ടും. ഇതാണ് ചതുരത്തിന്റെ പെരിമീറ്റർ. ഇനി നമുക്ക് നോക്കാം, ചോദ്യങ്ങൾ നോക്കാം. തന്നിരിക്കുന്ന ചിത്രം പൂർത്തീകരിച്ച് ചുറ്റളവ് കാണുക. തന്നിരിക്കുന്ന ചിത്രം പൂർത്തീകരിച്ച് ചുറ്റളവ് കാണുക. തന്നിരിക്കുന്നത് ഒരു ചതുരമാണ് എന്ന് പറയുന്നു. തന്നിരിക്കുന്ന ചതുരം പൂർത്തീകരിച്ച് ചുറ്റളവ് കാണുക. ഇതിന്റെ നീളം 18 സെന്റിമീറ്റർ ആണ്, വീതി 2 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ചിത്രം പൂർത്തീകരിക്കണം. ഇവിടെ 18 ആണെങ്കിൽ മക്കളെ നമുക്ക് ഇവിടെ 18 ആണെന്ന് അറിയാം. ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ 2 ആണെന്ന് അറിയാം. അപ്പോൾ ചിത്രം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനി ചിത്രത്തിന്റെ ചുറ്റളവ് കാണണം. ഇത് ചതുരമാണ്, അതുകൊണ്ട് ചുറ്റളവ് സമം, ചതുരമാണെങ്കിൽ മാത്രമാണ് കേട്ടോ, ഇവിടെ ചതുരമായതുകൊണ്ടാണ്. ഇവിടെ ഗുണിക്കണം എന്ന് ഇടണം എന്ന് നിർബന്ധമില്ല. വെറും ബ്രാക്കറ്റ് ഇട്ടാലും അതിന്റെ അർത്ഥം ഗുണിക്കണമെന്നാണ്. അപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ ഇൻറ്റു ഇല്ലെങ്കിലും 2 ഇൻറ്റു എന്ന് വായിക്കണം. ഓക്കെ, 2 ഇൻറ്റു നീളം കൂട്ടണം വീതി സമം 2 ഇൻറ്റു 18 പ്ലസ് 2 സമം 2 ഇൻറ്റു 18 2 20. 40 സെന്റിമീറ്റർ ആണ് ഇതിന്റെ ചുറ്റളവ്. അപ്പോൾ ചതുരത്തിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കാൻ മനസ്സിലായില്ലേ? ഒരു കണക്കും കൂടി ഞാൻ ചെയ്തു തരാം. ചോദ്യം: തന്നിരിക്കുന്ന ചതുരത്തിന്റെ ചിത്രം പൂർത്തീകരിച്ച് ചുറ്റളവ് കണക്കാക്കുക. അപ്പോൾ 2 ചോദ്യമുണ്ട്. 1 ചതുരം പൂർത്തീകരിക്കണം, 2 ചുറ്റളവ് കണ്ടെത്തണം. ചതുരം നമുക്ക് പൂർത്തീകരിക്കാം. ഇത് 40 ആണെങ്കിൽ ഇത് 40, ഇത് 10 ആണെങ്കിൽ ഇത് 10. ഇനി ചുറ്റളവ് കണ്ടെത്താം. ചുറ്റളവ് അഥവാ പെരിമീറ്റർ is equal to 2 ഇൻറ്റു നീളം പ്ലസ് വീതി. 2 ഇൻറ്റു നീളം പ്ലസ് വീതി സമം 2 ഇൻറ്റു 40 പ്ലസ് 10 സമം 2 ഇൻറ്റു 50 സമം 100 സെന്റിമീറ്റർ. ഇതിന്റെ ചുറ്റളവ് 100 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ക്ലാസ്സിൽ വരാത്തവർക്ക് എന്താണ് പെരിമീറ്റർ എന്ന് മനസ്സിലായി കാണും. നാളത്തെ ക്ലാസ്സിൽ എന്താണ് വിസ്തീർണം, ഏരിയ എന്ന് അടുത്ത ക്ലാസ്സിൽ, നാളത്തെ ക്ലാസ്സിൽ പറഞ്ഞു തരാം. നോട്ട് എഴുതേണ്ടതില്ല. നോട്ട് ഞാൻ വിട്ടുതന്നതിന് ശേഷം മാത്രം എഴുതിയാൽ മതി. വരാത്തവരെ ക്ലാസ് 2 പ്രാവശ്യം കാണുക, വന്നവർ 1 പ്രാവശ്യം കണ്ട് മനസ്സിലാക്കുക. നിങ്ങളുടെ ചോദ്യം ഇപ്പോൾ തന്നെ ഞാൻ ബോർഡിൽ എഴുതി തരാം. ഇന്നത്തെ ഹോംവർക്ക്
ആ ഹോംവർക്ക് 10 ഹോംവർക്കാണുള്ളത്. ആ 10 എണ്ണവും ഇപ്പോൾ ബോർഡിൽ കിട്ടും. വേറെ വീഡിയോ ഉണ്ടാവില്ല, നോട്ട് നിങ്ങൾക്ക് വിട്ടുതരില്ല. ഹോംവർക്കിന്റെ ചോദ്യം ഇപ്പോൾ തന്നെ ബോർഡിൽ ഞാൻ എഴുതും. അത് ബോർഡിൽ തന്നെ നോക്കി നിങ്ങൾ എഴുതണം. 10 ചോദ്യങ്ങൾ ചെയ്യണം. പേരൻസിന്റെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയുന്നതാണ്. പല പേരൻസിനും എങ്ങനെയാണ് ഹോംവർക്ക് കുട്ടികളെ ചെയ്യിപ്പിക്കേണ്ടത് എന്ന് മനസ്സിലായിട്ടില്ല. അപ്പം ഇനി പറയുന്ന കാര്യം കുട്ടികൾക്ക് വേണ്ടിയുള്ളതല്ല, പേരൻസിന് വേണ്ടിയുള്ളതാണ്. കുട്ടി 246 ഗുണനം 13 എന്നത് വേറെ ഒരു എഫ് കടലാസിൽ എഴുതി നിങ്ങളെ കൊണ്ടുവന്ന് കാണിക്കും. അപ്പോൾ ശരിയാണെങ്കിൽ അവർ ഹോംവർക്ക് നോട്ട്ബുക്കിൽ എഴുതും. ഹോംവർക്ക് നോട്ട്ബുക്കിൽ നിങ്ങളൊന്ന് ശരിയിട്ട് കൊടുക്കണം. ഒരു 10-15 മിനിറ്റ് നിങ്ങൾ കുട്ടികളുടെ കൂട്ടത്തിൽ ഇരിക്കണം എന്നർത്ഥം. അപ്പൊ രണ്ടാം ചോദ്യം കടലാസിൽ ചെയ്ത് ശരിയാണെങ്കിൽ നിങ്ങൾ ശരിയിട്ട് കൊടുക്കണം. അത് കുട്ടി നോട്ട്ബുക്കിലേക്ക് മാറ്റണം. നോട്ട്ബുക്കിൽ നിങ്ങൾ ശരിയിട്ട് കൊടുക്കണം. ഓക്കെ, നല്ലോണം ചെയ്യാൻ അറിയുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ അടുത്തിരിക്കണമെന്നില്ല. അവർ 10 എണ്ണവും ചെയ്ത് നിങ്ങളെ കാണിക്കുമ്പോൾ നിങ്ങളൊന്ന് ശരിയിട്ട് കൊടുത്താൽ മതി. ശേഷം അവർ എഴുതിക്കൊള്ളും. ഓരോന്നും ചെയ്യുമ്പോൾ നിങ്ങൾ അടുത്തിരിക്കണ്ട. ഗുണനവും ഹരണവും നന്നായി പഠിക്കാത്ത കുട്ടികളുടെ പേരന്റ് അല്പം ശ്രദ്ധിച്ച് അവരുടെ കൂടെ ഇരിക്കണം. എല്ലാവരുടെയും നോട്ട്ബുക്ക് ഞാൻ നോക്കും. അപ്പോൾ പേരൻസ് അത് നോക്കിയിട്ടുണ്ടോ എന്ന കാര്യം ഞാൻ നല്ലോണം ശ്രദ്ധിക്കും. നിങ്ങൾ ഓരോ പ്രാവശ്യം വരുമ്പം കുട്ടികളുടെ മാർക്കിനെ കുറിച്ച് എന്നോട് ചോദിക്കാറുണ്ട്. നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യേണ്ട കാര്യം നിർബന്ധമായി നിങ്ങൾ കുറച്ച് ബാക്ക്വേർഡ് ആയുള്ള കുട്ടികളെ നിങ്ങൾ നല്ലോണം, ഞാൻ തുടക്കത്തിലേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഗുണനം, കൂട്ടൽ, കുറയ്ക്കൽ, ഗുണിക്കൽ, ഹരിക്കൽ പേരൻസിൻ്റെ ശ്രദ്ധയില്ലാണ്ട് ഒരിക്കലും കുട്ടി ചെയ്യില്ല. അതേപോലെ പട്ടിക ചൊല്ലലും. ഇങ്ങനെ ചെയ്തതിന് ശേഷം 10 എണ്ണവും ചെയ്തതിന് ശേഷം രക്ഷിതാവ് ഞാൻ പറയുന്ന രീതിയിൽ എഴുതി നിങ്ങളുടെ പേരെഴുതി സൈൻ ചെയ്ത് കൊടുക്കണം. ഇത് എഴുതുന്നത് കുട്ടികൾ എഴുതിയാൽ മതി. പേരെഴുതി സൈൻ ചെയ്യുന്നത് നിങ്ങളായിരിക്കണം. മകളാണെങ്കിൽ മകൾ, മകനാണെങ്കിൽ മകൻ. എൻ്റെ മകൻ ഇന്ന് 5 മിനിറ്റ് മലയാള ദിനപത്രം, മലയാള ദിനപത്രം ഉറക്കെ വായിച്ച് കേൾപ്പിച്ചു. അപ്പോൾ നിങ്ങൾ ഉറക്കെ വായിക്കുന്നത് കേട്ടതാണെങ്കിൽ നിങ്ങൾ സൈൻ ചെയ്ത് കൊടുക്കണം. കൂടെ ഒരു കാര്യവും കൂടി ചെയ്യാനുണ്ട്. 2 മുതൽ 9 വരെ. രണ്ട് മുതൽ 9 വരെ ഗുണനപ്പട്ടിക നോക്കാതെ ചൊല്ലി കേൾപ്പിച്ചു. ഇത് എഴുതിയതിനു ശേഷം നിങ്ങൾ നിങ്ങളുടെ പേരെഴുതി ഒപ്പ് ഇടണം. ഓരോ ദിവസവും ഇത് ചെയ്യണം എന്നുള്ള കാര്യം പേരൻസ് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ നവോദയ അവർക്ക് ഒരു കുട്ടിക്ക് ഒരു ദിവസം അരമണിക്കൂർ ഉണ്ടാകും. വൈകിട്ട് കണക്ക് ചെയ്ത് രാവിലെ പത്രം വായിക്കലും പട്ടിക ചൊല്ലി കേൾപ്പിക്കലും രാവിലെ ആക്കുകയാണെങ്കിൽ വൈകിട്ട് 1/4 മണിക്കൂറും രാവിലെ 1/4 മണിക്കൂറും മതി. പേരൻസ് വളരെ ശ്രദ്ധിക്കണം. നല്ലോണം പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പത്രം വായനയും പട്ടികയും വളരെ നന്നായി ശ്രദ്ധിച്ചാൽ മതി. ഗുണനവും ഹരണവും അവർ ചെയ്യുന്നത് ശരിയായിരിക്കും. നിങ്ങളത് നോക്കി കൊടുത്താൽ മാത്രം മതി. ഓക്കെ, പേരൻസ് ഇക്കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം. ഞായറാഴ്ച വരുമ്പോൾ ഞാൻ ബുക്ക് നോക്കുമ്പോൾ കുട്ടികളെയല്ല നിങ്ങളെയാണ് വിലയിരുത്തുക. നിങ്ങൾ കുട്ടികളുടെ കാര്യത്തിൽ എത്ര ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് നോക്കുക. ഓക്കെ, താങ്ക് യു.